ஐடி நிறுவனத்தில் வேலை வேண்டுமா? டிஜிட்டல் மார்க்கெட்டிங் அண்ட் ஃபுல் ஸ்டாக் வெப் டெவலப்மெண்ட் ஆகியவற்றில் 100% வேலைவாய்ப்புடன் பயிற்சி. திரையில் தெரியும் எண்ணுக்கு தொடர்பு கொள்ளவும் அல்லது இணையதளத்தில் பதிவு செய்யவும். சபரிமலையில் இனி முன்பதிவு எண்ணிக்கையை குறைக்க தேவையில்லை என்றும் பக்தர்களின் கூட்டத்தை சமாளித்து அவர்கள் அனைவரும் தரிசிக்கும் வகையில் சிறப்பு ஏற்பாடுகள் செய்யப்பட்டுள்ளதாக திருவிதாங்கூர் தேவஸ்வம் போர்டு தலைவர் பிரசாந்த் தெரிவித்துள்ளார். நமது செய்தியாளர் ரமேஷ் கண்ணன் அவருடன் நடத்திய உரையாடலை தற்போது பார்க்கலாம். நாம் தற்போது சபரிமலை சன்னிதானத்தில் இருக்கிறோம். இன்று சனிக்கிழமை விடுமுறை நாள் என்பதால் பக்தர்களின் கூட்டம் அலைமோதி வருகிறது. ஆனாலும் சுப தரிசனத்திற்கு திருவிதாங்கூர் தேவஸ்வம் போர்டு ஏற்பாடு செய்திருக்கிறது. அந்த வகையில் திருவிதாங்கூர் தேவஸ்வம் போர்டின் தலைவர் திரு பிரசாந்த் நம்மிடையே இருக்கிறார். அவரிடமே கேட்போம். சார், മലയാളത്തിൽ കേൾക്കാം. ഇങ്ങനെ ഒരു ക്രൗഡ് ഒത്തിരി കൂടുതലായിട്ട് ഇരുന്നാലും എങ്ങനെ നമ്മൾ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്? ഈ ക്രൗഡ് മാനേജ്മെന്റ് എങ്ങനെയാണ് നമ്മൾ ഇത്? എല്ലാ കാലത്തും ശബരിമലയിൽ ഒരുപാട് ഭക്തജനങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു തിരക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിലും ഉണ്ടായത്. 18ാം പടി അത് കയറുന്നതിന് നമ്മൾക്ക് എത്ര ഒരു മിനിറ്റിനോ അല്ല ഒരു മണിക്കൂറിനോ എത്ര ഭക്തർകളെ നമ്മൾ കയറ്റിവിടാൻ തീരുമാനിച്ചിരിക്കുന്നത്? അത് എങ്ങനെ സാധ്യപ്പെടുന്നത്? സാധാരണഗതിയിൽ ഒരു മണിക്കൂറിൽ 4000-ലേറെ പേർ 18ാം പടി കയറണമെന്നാണ് അതിന്റെ ഒരു കണക്കെന്ന് പറയുന്നത്. വയസ്സായ അമ്മമാരും കൂടുതൽ വരുന്നു. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും പടികയറ്റം എന്ന് പറയുന്നത് കുറച്ച് കുറയും. അതുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളാണ് നേരത്തെ ഉണ്ടായത്. മുൻകാലങ്ങളിലേക്കാൾ അത് കൂടുതലായി വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ 4000 മണിക്കൂറിൽ 4000 പേർ എന്നുള്ളത് അത്ര കണ്ട് വരില്ല. വരുമാനം ഇന്നലെ സാർ പറഞ്ഞായിരുന്നു അത് 134 കോടിയോളം എന്നും കഴിഞ്ഞ മണ്ഡലകാലത്ത് അത് 164 കോടിയായിട്ട് 20 കോടി 54 കോടി അങ്ങനെ ഒരു 20 കോടി കുറയാൻ എന്നാ ഒരു കാരണം എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ നമ്മൾ പറയാം? ഒന്ന്, ഈ 20 കോടി കുറയുവാനുള്ള കാരണം കഴിഞ്ഞ 2020-21 വർഷമൊക്കെ കോവിഡും പ്രളയമൊക്കെ ആയിരുന്നു. അപ്പൊ അന്ന് ഭക്തജനങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റിയില്ല. അതിനുശേഷം സ്വതന്ത്രമായി ഒരു ദർശനത്തിന് അവസരം കിട്ടുന്ന സമയമായിരുന്നു കഴിഞ്ഞ വർഷം. മാത്രമല്ല, തമിഴ്നാട്ടിലും മറ്റു പ്രദേശങ്ങളിലുമൊക്കെ തന്നെ മറ്റു സംസ്ഥാനങ്ങളിലുമൊക്കെ തന്നെ ഭഗവാൻ അയ്യപ്പനെ ഒരു പാർട്ണറായിട്ടാണ് എല്ലാവരും കാണുന്നത്. അവരുടെ ബിസിനസ്സുകളിൽ ഒരു പാർട്ണറായിട്ടാണ് കാണുന്നത്. അപ്പൊ അതിന്റെ ഒരു ഓഹരിയെ സ്വരുക്കൂട്ടി വെച്ചത്, മുൻവർഷങ്ങളിൽ സ്വരുക്കൂട്ടി വെച്ചത് എല്ലാം കൂടി എടുത്ത് ഇവിടെ വന്ന് ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കുകയുണ്ടായി. ഭക്തരുടെ ക്രൗഡ് കുറയ്ക്കാൻ വേണ്ടി നേരം കൂട്ടാനും അല്ല ബുക്കിംഗ് കുറയ്ക്കാനും ഏതെങ്കിലും നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം 1,20,000 ആയിരുന്നു വെർച്വൽ ക്യൂ. അത് ഡിസംബറിൽ ഇതുപോലൊരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ അത് 90,000 കുറച്ചു. ഇപ്പോ 90,000-ൽ നിന്ന് 80,000 നമ്മൾ കുറച്ചിട്ടുണ്ട്. മാത്രമല്ല, ദർശന സമയം 1 മണിക്കൂർ 17 മണിക്കൂർ എന്നുള്ളത് 18 മണിക്കൂറായി കൂട്ടിയിട്ടുണ്ട്. ഇത്രയും സൗകര്യങ്ങൾ മതിയാവുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെയല്ലേ വളരെ സ്മൂത്തായി പോവുകയല്ലേ, വളരെ ശാന്തമായ അന്തരീക്ഷത്തിലല്ലേ ഇപ്പോ ഭക്തർ തൊഴുവാൻ വേണ്ടി എത്തുന്നത്. അത് മതിയാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. சபரிமலை சன்னிதானத்திலிருந்து புதிய தலைமுறைக்காக ஒளிப்பதிவாளர் குணாவுடன் ரமேஷ் கண்ணன். ஐடி நிறுவனத்தில் வேலை வேண்டுமா? டிஜிட்டல் மார்க்கெட்டிங் அண்ட் ஃபுல் ஸ்டாக் வெப் டெவலப்மெண்ட் ஆகியவற்றில் 100% வேலைவாய்ப்புடன் பயிற்சி. திரையில் தெரியும் எண்ணுக்கு தொடர்பு கொள்ளவும் அல்லது இணையதளத்தில் பதிவு செய்யவும்.